കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. കേരള കോൺഗ്രസ് എം പ്രതിനിധി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. 8-നെതിരെ 12 വോട്ടുകൾക്കാണ് കുളത്തുങ്കലിന്റെ ജയം. വിവരങ്ങളുമായി ഇപ്പോൾ പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, വീണ്ടും തിരിച്ചടി കോൺഗ്രസിന്. തീർച്ചയായും കോട്ടയം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ നിലപാട് നിർണായകമായതോടെ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസിലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 12 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. 8 വോട്ടുകൾക്ക് കോൺഗ്രസിലെ ലിസമ്മ ബേബിയാണ് പരാജയപ്പെടുത്തിയത്. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കേരള കോൺഗ്രസിന് 6 അംഗങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസിന് 8 അംഗങ്ങളുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ CPM അടക്കമുള്ള കക്ഷികൾ മാറി നിന്നിരുന്നുവെങ്കിൽ ഫലം മറിച്ചായേനെ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അനുകൂലമാകുന്ന സ്ഥിതിയിലേക്ക് വന്നേനെ. അത്തരത്തിൽ അത് പല രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കും. മാത്രമല്ല കോൺഗ്രസിനെ അനുകൂലിച്ചു എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരാമായിരുന്നു. അവിടത്തെയാണ് ഏറ്റവും വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് CPM-ന്റെ 6 അംഗങ്ങൾ നിർണായകമായ രീതിയിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ 12 വോട്ടുകൾക്ക് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസിന്റെ തട്ടകത്തിൽ വീണ്ടും കോൺഗ്രസിന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി നൽകിയിരിക്കുന്നു. മുതിർന്ന നേതാക്കളുള്ള UDF-ന്റെ മുതിർന്ന നേതാക്കളുടെ നാട്ടിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. നേരത്തെ തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടായി. അങ്ങനെയാണെങ്കിൽ മുതിർന്ന നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയും KC ജോസഫും അടക്കമുള്ളവർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഗ്രൂപ്പ് യോഗങ്ങൾ പ്രത്യേകമായി ചേരുന്നു കേരള കോൺഗ്രസ് എമ്മിനെ തളർത്താൻ. ഈ രീതിയിലുള്ള പല നീക്കങ്ങളും തുടർന്നു വരവെയാണ് ജില്ലാ പഞ്ചായത്തിലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇത്തരം തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഗൗരവമല്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെയധികം ഗൗരവമാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന A ഗ്രൂപ്പിന്റെ അപ്രമാദിത്വം നിലനിൽക്കുന്ന ജില്ലയാണ് കോട്ടയം. ആ ജില്ലയിലാണ് വീണ്ടും അവരുടെ അടിത്തറയുടെ കല്ല് ഇളക്കുന്ന രീതിയിലുള്ള ഒരു നിർണായകമായ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് UDF-നെ ക്ഷീണിപ്പിക്കുക എന്നുള്ള ശക്തമായ നയം, ആ നയത്തിന്റെ ഭാഗമായി UDF-ലെ തന്നെ ഒരു ഘടകകക്ഷിയെ അല്ലെങ്കിൽ UDF-നകത്ത് തന്നെയുള്ള ഒരു ഘടകകക്ഷിയെ കോൺഗ്രസിൽ നിന്നും ഭിന്നിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു, രാഷ്ട്രീയമായി കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിജയം. അത്തരത്തിലൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെയും KC ജോസഫിനെയും തിരുവനന്തപുരത്തിനെ എല്ലാം സംബന്ധിച്ച് അവരുടെ A ഗ്രൂപ്പിന്റെ അപ്രമാദിത്വത്തിനേറ്റ കനത്ത പകരം കൂടിയാണ്. അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ സ്ഥിതി ഉണ്ടാകില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. കാരണം പൊതുവിടങ്ങളിൽ വലിയ രീതിയിൽ KM മാണിക്കെതിരെയുള്ള വികാരങ്ങളൊക്കെ വിടുകയും അല്ലാത്തിടങ്ങളിൽ ഒരു ധാരണയുമായി പോകുന്ന തരത്തിലേക്കുള്ള സമീപനം ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ നൽകിയിരുന്നുവെങ്കിലും അതെല്ലാം തള്ളിക്കളയുന്ന രീതിയിലേക്കുള്ള ഒരു ഫലമാണ് ഇപ്പോൾ കോട്ടയം ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസിലെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അങ്ങനെയാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കേരള കോൺഗ്രസ് തങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി അവർ തെളിയിച്ചിരിക്കുന്നു എന്ന തരത്തിൽ അവർ പ്രചരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വലിയൊരു തിരിച്ചടിയാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ CPM നൽകിയിരിക്കുന്നത്. ഒപ്പം CPI ഏക അംഗം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ജനപക്ഷത്തിന്റെ അതായത് PC ജോർജിന്റെ സെക്കുലർ പാർട്ടിയുടെ, ഇപ്പോൾ ജനപക്ഷം എന്നറിയപ്പെടുന്ന പാർട്ടിയുടെ ഒരു അംഗത്തിന്റെ വോട്ട് അസാധുവാകുകയും ചെയ്തു. തീർച്ചയായും പ്രാദേശികമായ രാഷ്ട്രീയത്തിന്റെ ഒന്നാണ് ഒരുപക്ഷെ ഈ രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് അല്ലെങ്കിൽ ഇത്തരം കോൺഗ്രസിനെ തകർക്കാനുള്ള അത്തരത്തിലുള്ളൊരു ഭിന്നിപ്പ് സ്വാഭാവികമായും ഇടതുപക്ഷം കൈക്കൊണ്ടിരിക്കാം. പക്ഷേ ഇവിടെ പ്രധാനമായി കാണേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ലേ പ്രശാന്ത്? അതായത് ജില്ലാ പഞ്ചായത്തിലെ തിരിച്ചടി, തുടർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വീണ്ടും തിരിച്ചടി ഉണ്ടാകുന്നു എന്ന സാഹചര്യം ഒരുപക്ഷെ വലിയ നേതാക്കന്മാർക്ക് മറികടക്കാനായില്ല എന്നതിലെ പ്രശ്നം. ടോമി കല്ലാനിയെയും ലതിക സുഭാഷിനെയും അടക്കം പിന്തള്ളി ജോഷി ഫിലിപ്പിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വലിച്ച് DCC പ്രസിഡന്റാക്കുന്നു. ഈ രീതിയിലേക്കുള്ള വലിയ ഗ്രൂപ്പ് പോലും കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും സജീവമായ അസ്വസ്ഥതയായി തുടരുന്നതിനിടയിലാണ് ഈ തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നത് എന്നതുകൂടി പരിഗണിക്കപ്പെടേണ്ടേ ഈ ഘട്ടത്തിൽ പ്രശാന്ത്? അജിംഷാ സൂചിപ്പിച്ചത് വളരെയധികം ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ബാഹ്യമായി നിന്ന് കാണുമ്പോൾ അതിനൊരു രാഷ്ട്രീയ തിരിച്ചടി എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷേ ഇത് ഒരു കോൺഗ്രസിന്റെ ഇതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഇതിനെ വീക്ഷിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സംഘടനയെ ശക്തിയെ തന്നെ ജില്ലയ്ക്കകത്ത് ക്ഷയിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യോഗ്യതയുള്ള നേതാക്കളെ തഴഞ്ഞ്
പലരെയും ഉന്നത സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി നേതൃത്വം ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. മാത്രവുമല്ല അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചത് അവരുടെ രഹസ്യയോഗങ്ങൾ എ ഗ്രൂപ്പിന്റെ രഹസ്യയോഗങ്ങൾ പോലും കടുത്ത വിമർശനത്തിന് ഇടയാക്കി. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങളും കോൺഗ്രസിന്റെ ആഭ്യന്തര കലാപങ്ങളും വർദ്ധിപ്പിക്കുന്നതിലേക്ക് ഈ ഒരു ഫലം വഴിയൊരുക്കും. കാരണം ജില്ലാ പഞ്ചായത്തിലെ തിരിച്ചടിക്ക് ശേഷവും ഇപ്പോഴും നടുനിർത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല. അല്ലെങ്കിൽ അവർക്ക് അവരുമായി അടഞ്ഞു നിൽക്കുന്ന കെ എം മാണിയെ അനുനയിപ്പിക്കാൻ സാധിച്ചില്ല. മറിച്ച് അത് വലിയൊരു തരത്തിലേക്കുള്ള വീണ്ടും ഒരു രാഷ്ട്രീയ തിരിച്ചടിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എ ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെയധികം അവരുടെ അപ്രമാദിത്വം നഷ്ടപ്പെട്ട് അവർ ഈ ജില്ലയിൽ കുപ്പുകുത്തുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. അത് മുതലെടുക്കാൻ ഐ വിഭാഗം രംഗത്ത് വരുന്നു. ഇതെല്ലാമാണ് ഇപ്പോൾ കാണുന്നത്. ഇനി പ്രത്യേകിച്ച് പുനഃസംഘടന പോലുള്ള ഒരു സംവിധാനം ഇപ്പോൾ ജില്ലയിൽ നടക്കുകയാണ്. പ്രത്യേകിച്ച് 15-ാം തീയതിയോടുകൂടി അവസാനിപ്പിച്ച പുനഃസംഘടന മെമ്പർഷിപ്പ് അടക്കമുള്ളത് 30-ാം തീയതിയോടുകൂടി ചേർത്താൽ മതി എന്നാണ് അവർ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പുനഃസംഘടനയിലെങ്കിലും ഇനി ഇതിലൂടെ തിരിച്ചുപിടിച്ച് വീണ്ടും രംഗത്ത് വരാൻ കഴിയുമോ എന്നുള്ള ഒരു ഇതിലേക്ക് ഏത് ഗ്രൂപ്പ് മുന്നേറാം. അത്തരത്തിൽ വരുമ്പോൾ കോൺഗ്രസിനകത്ത് വലിയ ആഭ്യന്തര കലഹങ്ങളിലേക്ക് പോകാനുള്ള വഴിയൊരുക്കും. എന്തായാലും CPM അടക്കമുള്ള CPM സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാട് ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയും അവർക്കുള്ളിലെ ആഭ്യന്തര കലഹത്തിലേക്കും നീങ്ങും എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ DCC പ്രസിഡന്റായി ജോഷി ഫിലിപ്പിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെപ്പിച്ചതോടുകൂടി തുടങ്ങിയ കലാപമാണിത്. അത് വലിയൊരു രീതിയിലേക്ക് പടരുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇതിലൂടെ വരുന്നത്. അതാണ് ഈ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലൂടെ കിട്ടുന്ന അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ മറുപുറം. തീർച്ചയായും പ്രശാന്ത്, സമഗ്ര വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ വീണ്ടും കോൺഗ്രസിന് തിരിച്ചടി. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കുളത്തുങ്കലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് പ്രശാന്ത് നൽകിയത്.